Hi all, Assalamualaikum. Welcome back to Zida's recipes. നമ്മൾ ഇന്ന് ഒരു ബോട്ടിൽ ആർട്ടാണ് ട്ടോ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ പെയിന്റ് ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു കുപ്പി വെച്ചിട്ടാണ് ട്ടോ നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ വൂളൻ നൂലാണ് ട്ടോ ഇത് കവർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. വൈറ്റ് നിറത്തിലുള്ള വൂളൻ നൂലാണ് ട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫെവിക്കോളും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ആദ്യം ഫെവിക്കോൾ ഒന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. നമ്മളെ ബോട്ടിൽ നൂല് ചുറ്റുന്ന സമയത്ത് ഇതുപോലെയാണ് ചുറ്റുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് കൈ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. നൂല് നമ്മൾ ഈ ഒരു കൈയിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ചൂണ്ടുവിരലും തള്ളവിരലും വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുക. അടിഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി വീതി കൂടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ നൂല് ചുറ്റി കുറച്ചൊക്കെ ആയിട്ട് ഇതുപോലെ പശ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ശരിക്കും റെഡി ആയിട്ട് തന്നെ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം നമ്മൾ ബോട്ടിൽ മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് റോസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ റോസ് ഫ്ലവർ ഉണ്ടാക്കാറുണ്ടല്ലോ, ആ ഒരു മെത്തേഡിൽ തന്നെയാണ് കേട്ടോ. കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് റോസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമുക്കിതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടും ഉണ്ടാക്കാം, അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം സ്ക്വയറിലൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇതൊരു 7 ഇഞ്ച് നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 7 ഇഞ്ച് ഒന്ന് ആകുന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് കോണാക്കി മടക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു സൈഡ് ഭാഗത്ത് നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരിക. നടുഭാഗം വരെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ എഡ്ജസ് ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചതുരത്തിലല്ലേ കട്ട് ചെയ്തത്, അതിൻ്റെ 4 വശവും ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുക. ഇപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടിയിട്ട് കൊണ്ടുവരണം. നമ്മൾ എങ്ങനെയാണോ തുടങ്ങിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് നിന്നും ചുരുട്ടി കൊണ്ടുവന്നിട്ട് നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത് എവിടെയാണോ എത്തിയത് അതുവരെ ഒന്ന് ചുരുട്ടി കൊണ്ടുവരിക. നെക്സ്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് ശരിക്കും ചെയ്യുക, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂടിയുടെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റുഭാഗം ഒന്ന് പെൻസിൽ വെച്ചിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതല്ലാന്നുണ്ടെങ്കിൽ കോമ്പസ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചെടുത്താലും മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റിലുള്ള ഭാഗം ഒന്ന് പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇതേ വലുപ്പത്തിലുള്ള ഒരു 5 എണ്ണം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ചെറുതൊരു 4 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് പച്ച നിറത്തിലുള്ള പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇലയുടെ ഷേപ്പിൽ അതേ അളവിലൊന്ന് നമ്മളൊന്ന് വെട്ടിയെടുത്താൽ മതി. അങ്ങനെ എല്ലാ ഫ്ലവേഴ്സും നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബോട്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് ഈ ഒരു ഫ്ലവർ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ജസ്റ്റ് ഒന്ന് പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ഇതൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ പുതിയ ഗ്ലൂ ഗണ്ണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഒന്ന് ഗ്ലൂ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഓരോ പൂവായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്